നമുക്കറിയായിരിക്കും MI ഒരു ഇന്നോവേഷൻ കമ്പനി എന്നാണ്. പക്ഷേ ഇനി MI ഫ്യൂച്ചറിൽ സ്മാർട്ട് ഫോൺസ് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി അവരെ പുതിയതായിട്ടുള്ള ഒരു സ്മാർട്ട് ഗ്ലാസ് ഇൻവെന്റ് ചെയ്തിട്ടുണ്ട്. പുതിയതായിട്ട് ഇൻവെന്റ് ചെയ്തതല്ല, 2 മാസമായിട്ടുണ്ട്. അപ്പം ഇനി ഈ വീഡിയോയിൽ കൂടെ ഈ സ്മാർട്ട് ഗ്ലാസസിനെ കുറിച്ച് നമുക്ക് കുറച്ച് ഇൻഫർമേഷൻസ് നോക്കാം. അപ്പം ആദ്യം തന്നെ കുറെ ആൾക്കാരെ ചോദ്യമായിരിക്കും, ഈ സ്മാർട്ട് ഗ്ലാസസ് റിയൽ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടോ എന്ന്. ശരിയായ ഉത്തരം അല്ല. MI ഈ സ്മാർട്ട് ഗ്ലാസസിനെ ഇതുവരെയ്ക്കും ഇറക്കിയിട്ടില്ല. ഇവര് ജസ്റ്റ് ഒരു കോൺസെപ്റ്റ് മോഡലേ ഇറക്കിയുള്ളൂ. മാത്രമല്ല MI ഇതിന്റെ പ്രൈസും കാര്യങ്ങളും ഒന്നും ഇതുവരെയും റിവീൽ ചെയ്തിട്ടില്ല. ഈ സ്മാർട്ട് ഗ്ലാസസിന്റെ ഫസ്റ്റ് ലുക്ക്, അതായത് ആരെങ്കിലും ഇതിനെ ആദ്യമായിട്ട് കണ്ടാൽ ഇവർക്ക് ഇത് ജസ്റ്റ് ഒരു നോർമൽ സൺഗ്ലാസസിനെ പോലെ തോന്നത്തുള്ളൂ. അതായത് ഈ സ്മാർട്ട് ഗ്ലാസസിന്റെ ഫ്രെയിംസ് വരെ ഒരു നോർമൽ സൺഗ്ലാസ് പോലെയാണ് ഇരിക്കുന്നത്. ഈ സ്മാർട്ട് ഗ്ലാസസ് നിങ്ങൾ ഇനി നിങ്ങൾക്ക് ഫോണിന്റെ ആവശ്യമേ കാണത്തില്ല. കാരണം ഈ സ്മാർട്ട് ഗ്ലാസസ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഫോൺ ഓപ്പറേറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്. മാത്രമല്ല MI പറയുന്നത് ഈ സ്മാർട്ട് ഗ്ലാസസിന് ലൈവ് ട്രാൻസ്ലേഷൻ വരെ ഉണ്ടെന്നാണ്. നമുക്ക് ഇപ്പം ലേറ്റസ്റ്റ് ആയ ഫോൺസിന്റെ വെയിറ്റ് നോക്കിയാൽ 140 to 170 ഗ്രാംസ് ആണ് വരുന്നത്. എന്നാൽ ഈ ഗ്ലാസസിന്റെ വെയിറ്റ് ജസ്റ്റ് 51 ഗ്രാംസ് ആണ്. എന്നിട്ട് MI പറയുന്നത് ഈ സ്ക്രീനിന്റെ വെയിറ്റ് ഒരു അരിയുടെ വെയിറ്റ് പോലെ ആയിരിക്കുമെന്നാണ്. ഈ ഒരു MIയുടെ സ്മാർട്ട് ഗ്ലാസ് നിങ്ങൾ ഇട്ടാൽ നിങ്ങൾക്ക് ഈ സ്മാർട്ട് ഗ്ലാസ്സിൽ കൂടെ ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ ആരെങ്കിലും കോൾ ചെയ്യാനും പറ്റും. മാത്രമല്ല ഈ സ്മാർട്ട് ഗ്ലാസസ് വെച്ച് നിങ്ങൾക്ക് ഡയറക്ഷൻസും അറിയാൻ പറ്റും. കൂടാതെ MI പറയുന്നത് ഈ സ്മാർട്ട് ഗ്ലാസിന്റെ അകത്ത് AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഉണ്ടെന്നാണ്. ഇത് മാത്രമല്ല, ഇനി കുറെ ആൾക്കാർ സംശയമായിരിക്കും, ഈ സ്മാർട്ട് ഗ്ലാസസ് വെച്ചാൽ നിങ്ങളെ കണ്ണ് കേടാവത്തില്ലയോ എന്ന്. ഇതിന്റെ ശരിയായ ഉത്തരം ഇല്ല. കാരണം ഈ സ്മാർട്ട് ഗ്ലാസിന്റെ അകത്ത് മൈക്രോ LED ഡിസ്പ്ലേ ആണ് ഉള്ളത്. എന്നാൽ ഇത് കുറെ നേരം നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങളെ കണ്ണ് കേടാവുന്നതായിരിക്കും, ഒരു VR പോലെ. ഇനി നിങ്ങൾ ഈ സ്മാർട്ട് ഗ്ലാസസ് ഇടുമ്പം നിങ്ങൾക്ക് സ്ക്രീന് ഒരു ട്രാൻസ്പെറന്റ് രൂപത്തിലായിരിക്കും കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഈ സ്മാർട്ട് ഗ്ലാസ് ആദ്യമായിട്ട് കാണുമ്പം ഇതിന്റെ സ്ക്രീൻ കുറച്ച് ചെറുതായിട്ട് പോലെ തോന്നും. പക്ഷെ ഒരു പ്രാവശ്യം നിങ്ങൾ ഈ സ്മാർട്ട് ഗ്ലാസ് ഇട്ടാൽ നിങ്ങൾക്ക് ഇതിന്റെ സ്ക്രീന് ഒരു TVയുടെ വലിപ്പത്തിൽ കാണാൻ പറ്റും. ഇനി ഒരു നോർമൽ സ്മാർട്ട് ഫോണിന്റെ നിറ്റ്സ് അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് ലെവൽ 300 to 900 നിറ്റ്സ് ആയിരിക്കും. പക്ഷേ ഈ സ്മാർട്ട് ഗ്ലാസിന്റെ സ്ക്രീനിന്റെ മാക്സിമം നിറ്റ്സ് 2 മില്യൺ ആണ്. അതുകൊണ്ട് ഇത് കുറെ നേരം ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ അപകടമാണ്. ഈ സ്മാർട്ട് ഗ്ലാസ്സിൽ നിങ്ങൾക്ക് ഒരു മൈക്രോഫോണും സ്പീക്കറും കാണാൻ പറ്റും. കൂടാതെ ഇനി 5 മെഗാ പിക്സലിന്റെ ഒരു ക്യാമറയും കൂടെ വരുന്നുണ്ട്. ഈ സ്മാർട്ട് ഗ്ലാസസിന്റെ ചിപ്സെറ്റ് വരുന്നത് ക്വാഡ് കോർ ARM പ്രോസസ്സറാണ്. പിന്നെ അതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡ് തന്നെയാണ്. മാത്രമല്ല ഇനി കുറെ ന്യൂസ് റീഡേഴ്സിന് ഈ ഗ്ലാസ് ഒരു ടെലിപ്രോംപ്റ്ററായിട്ടും ഉപയോഗിക്കാൻ പറ്റും. ഇനി ഇത് കണ്ട് ഫേസ്ബുക്കും അവരെ സ്വന്തമായിട്ടുള്ള റെയ്ബാൻ എന്ന് പറഞ്ഞ ഒരു സ്മാർട്ട് ഗ്ലാസ് ഇറക്കിയിട്ടുണ്ട്. ഈ റെയ്ബാന്റെ സ്മാർട്ട് ഗ്ലാസും MIയുടെയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. എന്നാൽ കുറെ വർഷങ്ങൾക്ക് മുമ്പ് 2013 ഗൂഗിളും അവരെ ഒരു ഗൂഗിൾ സ്മാർട്ട് ഗ്ലാസ് എന്ന് പറഞ്ഞ ഒരു സ്മാർട്ട് ഗ്ലാസ് ഇറക്കി. എന്നാൽ പണ്ട് കുറെ ആൾക്കാർക്ക് ഈ സ്മാർട്ട് ഗ്ലാസസിന്റെ കോൺസെപ്റ്റ് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഗൂഗിള് അവരെ ഈ സ്മാർട്ട് ഗ്ലാസസിന്റെ സെയിൽസ് നിർത്തി വെക്കേണ്ട വന്നു. എന്തായാലും ഈ MIയുടെ സ്മാർട്ട് ഗ്ലാസ് കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആയതുകൊണ്ട് ഇതിന്റെ വില കൂടാനുള്ള സാധ്യത എല്ലാം കാണുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ നിൽക്കി ഓളം നോക്കുക. ക്യാച്ച് യു ഇൻ ദ നെക്സ്റ്റ്.